അരുവിപ്പുറത്തുനിന്ന് ഒരു സന്ദേശം. പി.കെ. ഗോപാലകൃഷ്ണൻ്റെ ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് പാഠഭാഗമായി നൽകിയിരിക്കുന്നത്. അധകൃത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനവും ആരാധനയും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠ ഒരു സാമൂഹ്യ വിപ്ലവം തന്നെയായിരുന്നു. മഠത്തിൻ്റെ ചുമരിൽ സ്വന്തം കയ്യക്ഷരത്തിൽ ഗുരു എഴുതിയ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വരികൾ ഗുരു മുന്നോട്ട് വെച്ച മാനവികതയുടെ ഉയർന്ന ചിന്തകളാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ ഈ സന്ദേശത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഗുരുവും CV കുഞ്ഞിരാമനും തമ്മിൽ നടത്തിയ സംഭാഷണം ആധുനിക ഭാരതത്തെക്കുറിച്ചുള്ള ഗുരുദേവൻ്റെ ദർശനം വ്യക്തമാക്കുന്നുണ്ട്. ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും അവസ്ഥകൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരു ധർമ്മത്തിന് പ്രാധാന്യം നൽകേണ്ടി വരും. ബുദ്ധൻ്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു. അതിനാൽ അഹിംസാധർമ്മത്തിന് മറ്റ് ധർമ്മങ്ങളെക്കാൾ ബുദ്ധൻ പ്രാമുഖ്യം നൽകി. നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിന് പ്രാധാന്യം വേണ്ട സാഹചര്യമായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽ സാഹോദര്യത്തിന് പ്രാധാന്യം നൽകി. ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്നുള്ള മോചനമാണ് ഇന്ന് ഇന്ത്യയുടെ ആവശ്യം. ജാതിഭേദവും മതദ്വേഷവും ഉപേക്ഷിച്ച് സർവരും സാഹോദര്യത്തോടെ ജീവിക്കുക എന്ന സന്ദേശമാണ് ആധുനിക ഭാരതത്തെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ കാഴ്ചപ്പാട്. ആ ഉപദേശമാണ് 1888 അരുവിപ്പുറം പ്രതിഷ്ഠയോടെ ഭാരതത്തിൻ്റെ തെക്കേയറ്റത്ത് നിന്ന് ഗുരുദേവൻ ഇന്ത്യക്ക് നൽകിയത്. അടുത്ത വർഷം അരുവിപ്പുറത്ത് ശിവരാത്രി ആഘോഷിച്ചപ്പോൾ ഗുരുവിൻ്റെ സന്ദേശത്തിൻ്റെ പ്രസക്തി വ്യക്തമായതായി നടരാജ ഗുരു പറയുന്നത് ഇപ്രകാരമാണ്. ഗുരുവിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ആസ്ഥാനത്ത് ചെറുപ്പക്കാരും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം വന്നു ചേർന്നതിലൂടെ വിജനമായ ആ സ്ഥലത്ത് പട്ടണത്തിൻ്റെ പ്രതീതിയായി. ആന എഴുന്നള്ളിപ്പിൻ്റെയും വെടിക്കെട്ടിൻ്റെയും അർത്ഥശൂന്യതയെപ്പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഗുരുവിൻ്റെ നിർദ്ദേശം എല്ലാവരും സ്വീകരിച്ച് നടപ്പിലാക്കി തുടങ്ങി. അർദ്ധരാത്രിയോടെ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ അവിടെ ഒരു യോഗം ചേർന്നു. ജനക്കൂട്ടത്തിൽ നിന്നും കുറച്ചുപേർ ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്നത് ഗുരു ശ്രദ്ധിച്ചു. വെയിൽ കൊണ്ട് ശരീരം കരുവാളിച്ച ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളുമായിരുന്നു അവർ. പകൽ മുഴുവൻ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളായിരുന്നു ആ തൊഴിലാളികൾ. ഈ തൊഴിലാളികളും അവരുടെ പൂർവികരും യുഗങ്ങളായി പണക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. ആ പണക്കാർ അവരുടെ നന്മയെ കൊയ്തെടുത്ത് അനുഭവിക്കുകയും ജാതിയുടെ പേരിൽ അവരെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്തുന്നതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരാണ് ഈ പാവങ്ങൾ എന്ന് ഗുരുദേവൻ വേദനയോടെ മനസ്സിലാക്കി. ഇവരെ ഇങ്ങനെ വേർതിരിച്ച് ഇരുത്തണോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു. എന്തുകൊണ്ട് അവർക്ക് മറ്റുള്ളവരോടൊപ്പം ഇരുന്നുകൂടാ? അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന് പറഞ്ഞ് അവരിൽ നിന്നും 2 കുട്ടികളെ അടുത്തേക്ക് വിളിച്ചു. അവരെ ഗുരുവിൻ്റെ ഇരുവശത്തുമായി ഇരുത്തി ഗുരുദേവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഇത് പറയുമ്പോൾ ഗുരുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരിയായി ഒഴുകി. യുഗങ്ങളായി തുടർന്നു വന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ ആ സന്ദേശം ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടി. ജനങ്ങൾ ആ സന്ദേശവാഹകരായി മാറി. യോഗാവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുമരിൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്നവരിൽ ഒരാളെ കൊണ്ട് ഗുരു ഉറക്കെ വായിപ്പിക്കുകയും ചെയ്തു. ഭാരതത്തിൻ്റെ ഐക്യത്തിനും മനുഷ്യ സാഹോദര്യത്തിനും ഗുരുദേവൻ നൽകിയ നിരുപമമായ ആ സന്ദേശത്തിൻ്റെ അലകൾ ഇന്ന് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ മാത്രമല്ല ലോകം മുഴുവൻ കീഴടക്കുന്ന ഒരു പുതിയ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. വിശ്വമഹാഗുരുവായ ഗുരുദേവൻ്റെ സ്മരണയിൽ മാനവ സ്നേഹത്തിൻ്റെ ആത്മീയ കേന്ദ്രമായ വത്തിക്കാനിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനവും ലോകമത പാർലമെൻറ്റും ഗുരുദേവ ദർശനങ്ങളുടെ ചൈതന്യം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി ഓർമ്മിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെയും അതിൽ പിറക്കുന്ന
ഏകലോക സങ്കല്പത്തിൻ്റെയും വിശുദ്ധമായൊരു പുഴയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ.